ഹലോ, ഡിഗ്രി പ്രിലിംസ് മെയ് 2 ആരംഭിക്കാൻ പോവാണ് അല്ലേ. അപ്പം അതിന്റെ ഭാഗമായി ഞങ്ങൾ പുതിയൊരു ഫ്രീ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് വഴി പ്രിലിംസ് ക്യാപ്സ്യൂൾ എന്നുള്ള രീതിയിൽ പ്രിലിംസിലെ ഹോട്ട് ടോപ്പിക്സുകൾ പരമാവധി കവർ ചെയ്യുക, ഇതിന്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് തരിക. ഇതാണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. പ്രിലിംസ് ക്യാപ്സ്യൂൾ PDF നോട്ട്സ് എവിടെ ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉണ്ടല്ലോ, അതിൽ കൊടുത്തേക്കാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ജോഗ്രഫി ആൻഡ് എക്കണോമിക്സ്, ഈ രണ്ട് മേഖലയിലെ രണ്ട് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് ആകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, PDF മാത്രം വായിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഡെയിലി രാവിലെ അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് ചിട്ടയോടുകൂടി അറ്റൻഡ് ചെയ്ത് പോകണം കേട്ടോ. നിങ്ങളുടെ മാർക്കും ഞങ്ങളെ അറിയിക്കാം. മാർക്ക് അറിയിക്കാനുള്ള സെക്ഷൻ ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകും, ടൈം തീരെ ഇല്ല നമുക്ക്. ഓക്കെ, ഒന്നാമതായി ജോഗ്രഫിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. എഗെയിൻ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസിലെ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ ടെസ്റ്റ് സീരീസിനകത്ത് ഹോട്ട് ടോപ്പിക്സ് സമഗ്രമായിട്ടും കവർ ചെയ്യുന്നുണ്ട്. റിവിഷൻ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പൊ അവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഓക്കെ, സെലക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഈ ഒരു ചോദ്യം നമുക്ക് നോക്കാം. അഗെയിൻ ഇതിന്റെ കംപ്ലീറ്റ് PDF, ഫസ്റ്റ് പ്രിലിംസ് ടെസ്റ്റ് സീരീസിലെ കംപ്ലീറ്റ് PDF 100 ചോദ്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചോണം. ഞാൻ നമ്മുടെ ചാനൽ ഇട്ടേക്കാട്ടോ ഇന്ന് തന്നെ. ഓക്കെ, ചോദ്യം വളരെ പ്രസക്തമാണ് അല്ലെ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അതായത് 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്, അത് ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇതിന് ഉത്തരം എന്ത് വരും? ഇതിന് ഉത്തരം അറിയുന്നതിന് മുമ്പ് ഈ ടോപ്പിക് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഒരൊറ്റ കോഡ് പഠിച്ചാൽ മതി. ലോഞ്ചിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? ലോഞ്ചിറ്റ്യൂഡ് ഇങ്ങനെ വരുന്ന സാധനം അല്ലെ. ഇന്ത്യയുടെ ഏകദേശം നടുക്കൂടെ കട്ട് ചെയ്ത് പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്. 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ഞാൻ ഫിഗർ നിങ്ങളെ കാണിച്ചു തരാം. ഈ ലോഞ്ചിറ്റ്യൂഡ് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്നാണ് ചോദ്യം. ഇത് ബേസിക്സ് അറിയാത്തവർ ഇതിന്റെ ബേസിക്സിന്റെ ക്ലാസ് കാണാൻ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് എക്സാം ആയതുകൊണ്ട് ക്യാപ്സ്യൂൾ രൂപത്തിൽ തരുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഷൂട്ട് ചെയ്ത് തരാം. ഓക്കെ, നമ്മുടെ ക്രാഷ് കോഴ്സിനകത്ത് ഇതിന്റെ സമഗ്രമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. എഗെയിൻ ഇവിടെ നിങ്ങൾ ഒറ്റ കോഡ് ആലോചിച്ചാൽ മതി. ഉമാക്കോ, UMACO ഈ ഒരു കോഡ് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇതിന്റെ ആൻസർ ആക്ച്വലി A ആണ് അല്ലെ. A ആണ്. മധ്യപ്രദേശ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഇത്രയും സംസ്ഥാനങ്ങൾ കൂടെയാണ് ഈ ഓപ്ഷൻസ് എന്നുള്ള ഇതിനകത്ത് ഇത് എന്ത് ചെയ്യുക 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കടന്ന് ഞാൻ അതിന്റെ ഫിഗർ നിങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. പ്രിലിംസിന് നമ്മൾ ഈസ്റ്റ് എന്ന് വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈസ്റ്റ് ആണ് നമ്മുടെ വരുന്നത് കേട്ടോ. അത് ഏകദേശം 5 സംസ്ഥാനങ്ങൾ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് അല്ലേ. നമ്മുടെ കോഡ് എന്താ? ഉമാക്കോ. ഉത്തർപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഒഡീഷ ഉണ്ട്. മൊത്തത്തിൽ 5 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഈ ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്ത് പോകുന്നത്. എന്താണ് ഈ ലോഞ്ചിറ്റ്യൂഡിന്റെ പ്രത്യേകത? നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ല IST, ഇത് കീപ്പ് ചെയ്യുന്ന ഈ ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ടാണ്. നമ്മുടെ ഗ്രീൻവിച്ച് മെറിഡിയൻ ആണ് നമ്മുടെ ഇന്റർനാഷണൽ ടൈമിന്റെ ഒരു കീപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന റെഫർ ചെയ്തതാണ്. അതുമായി ഏകദേശം 5.5 മണിക്കൂറാണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത്. സ്ഥിരമായി PSC ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇന്ത്യയിലെ ഏത് സ്ഥലത്തൂടെയാണ് ഇത് പാസ് ചെയ്ത് പോകുന്നത് അല്ലെ. അത് ഉത്തർപ്രദേശിലെ മിർസാപൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തു കൂടിയാണ് ഇത് പാസ് ചെയ്ത് പോകുന്നുള്ളവരെ ആലോചിക്കാം. ഇതുപോലെ നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ, സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അതെന്താണ്? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിനെ പറ്റിയാ, ഈ വരയെ പറ്റിയാ. ഇനി അടുത്തത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അത് ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതൊരു ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം. ഇതൊരു കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് നമ്മൾ ചെയ്തത്. ഇതൊരു ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. ഇതിന് ഉത്തരം അറിയാത്ത ആൾക്കാർ കമന്റ് സെക്ഷനിലെ ഉത്തരങ്ങൾ നോക്കി നോട്ട് എഴുതി തന്നെ പഠിക്കാം. ഓക്കെ, അഗെയിൻ ഈ ഒരു ടോപ്പിക്കിന്റെ സമഗ്രമായിട്ടുള്ള നോട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രിലിംസ് ടെസ്റ്റ് സീരീസിന്റെ PDF ആണിത്. ഏകദേശം 227 പേജുകളുണ്ട്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് റിപ്പീറ്റ് ചെയ്ത് വരും. നിങ്ങൾ ഇത് സമഗ്രമായിട്ട് പഠിക്കാം. ഇത്രയും പേജുകൾ ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാതെ പഠിക്കേണ്ട. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ ഡിഫിക്കൽട്ട്, ഒരു പക്ഷേ നിങ്ങൾക്ക് എക്കണോമിക്സ് ഈസി ആയിരിക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട്. അപ്പൊ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സിലെ ചോദ്യങ്ങൾ തിരഞ്ഞു പിടിച്ച് പഠിച്ചാൽ മതി. നിങ്ങൾ സ്മാർട്ടായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് അതിന്റെ കാര്യം. അഗെയിൻ ഈ ഫുൾ ബാച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഈസ്റ്റർ പ്രമാണിച്ച് ഒരു ഹെവി ഡിസ്കൗണ്ടിൽ ഈ ബാച്ചിൽ ഇട്ടിട്ടുണ്ട്. ക്രാഷ് കോഴ്സ് 999 മാത്രമാണ് ക്രാഷ് കോഴ്സിന്റെ ഫീസ് വരുന്നത്. ക്രാഷ് കോഴ്സ് എടുക്കുന്ന ആൾക്ക്
ഡിഗ്രി പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആൻഡ് റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതല്ല നിങ്ങൾ ടെസ്റ്റ് സീരീസും റിവിഷൻ ക്ലാസ്സുകളും മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ബാച്ചിന്റെ ഫീസ് നേരത്തെയുള്ള ഫീസ് 749 ആയിരുന്നു. ഇപ്പോൾ ഈസ്റ്റർ പ്രമാണിച്ച് 499 എന്നൊരു ഫീസിലേക്ക് നമ്മൾ ചുരുക്കിയിട്ടുണ്ട്. ഇത് ലിമിറ്റഡ് ടൈം ഓഫർ മാത്രമായിരിക്കും കേട്ടോ. പക്ഷേ നിങ്ങൾ ക്രാഷ് കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് സഹിതം കവർ ചെയ്ത് സമഗ്രമായിട്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, അതല്ല നിങ്ങൾ ഇനി അടുത്ത വർഷമൊക്കെ വരാൻ പോകുന്ന പരീക്ഷയ്ക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ലോങ് ടൈം അൾട്രാ ബാച്ചും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഫുൾ ഡീറ്റെയിൽസ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എന്തായാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡെമോ ക്ലാസ് അയച്ചു തരും. ആ ഡെമോ ക്ലാസ് കണ്ടാൽ തന്നെ നല്ല രീതിയിൽ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് എക്സാംസിന് വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത എക്കണോമിക്സിലെ ചോദ്യത്തിലേക്ക് പോയാലോ. അത് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആ കാര്യം. ഗ്യാസ് സിലിണ്ടറിന്റെയും അല്ലെങ്കിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുക. അതാണ് പണപ്പെരുപ്പം. സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാവുന്ന വർധന, അതാണ് പണപ്പെരുപ്പം. സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് ഡിഗ്രി ലെവലിൽ. നമുക്ക് എന്ത് ചെയ്യും, ഇനി ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ബേസിസിൽ ഇത് ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ചോദ്യങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുക, ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുക. ഇനി വെറുതെ ടെക്സ്റ്റ് ബുക്ക് കാണാതെ പഠിക്കാനുള്ള സമയം നമുക്കില്ല പിള്ളേർ. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യുക, അതിന്റെ അസോസിയേറ്റഡ് ഫാക്ടറുകൾ വായിക്കുക, അനുബന്ധ വിവരങ്ങൾ വായിക്കുക, പഠിക്കുക. അപ്പൊ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുന്നതുകൊണ്ട് പ്രാക്ടീസും നടക്കും, അതിനോടൊപ്പം റിവിഷനും നടക്കും. ഓക്കെ, ചോദ്യം നമുക്ക് നോക്കാം. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, അതുമായി ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഇൻഫ്ലേഷൻ അതിന്റെ കാരണങ്ങൾ റീസണിന്റെ ബേസിസിൽ 2ആയിട്ട് നമ്മൾ തരംതിരിക്കും. അതിന്റെ സ്വഭാവം, അത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാനത്തിൽ വേറെ കുറെ ഡിവിഷൻ ഉണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. തൽക്കാലം നമുക്ക് റീസൺ, എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ കൂടുന്നത്, 2 റീസൺ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, മറ്റൊന്ന് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. പേരിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. ഇപ്പൊ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ അതിനർത്ഥം എന്താ, ഒരു സാധനം അത് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് കൂടുകയാണെങ്കിൽ ആ സാധനത്തിന്റെ വിലയും കൂടുമല്ലോ, അത്രയുള്ളതിന്റെ കാര്യം. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്താ, ഒരു സാധനം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിന്റെ ഡിമാൻഡ് കയറിയും കൂടുക. അപ്പോ അവിടെ വരുന്ന ഇൻഫ്ലേഷൻ എന്താണ്, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. നമുക്ക് ഓരോന്ന് എക്സാമ്പിൾസ് എടുത്ത് പഠിക്കാം. തൽക്കാലം നിങ്ങൾ ഈ ഒരു 2 ഓപ്ഷൻ നോക്കിയേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ an increase in price of inputs like labor and raw material. ശരിയല്ലേ? ഒരു സാധനം ഉണ്ടാക്കാനുള്ള കോസ്റ്റ്, പണിക്കാരുടെ ഫീസ് അല്ലെങ്കിൽ റോ മെറ്റീരിയലിന്റെ ഫീസ്, ഇതെല്ലാം കൂടുമെന്ന് സംഭവിക്കും. ഇത് കൂടും, അതിന്റെ റേറ്റ് കൂടുമല്ലേ, അതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ, ദിസ് ഇൻഫ്ലേഷൻ ഈസ് ഓൾവേസ് എ സ്ട്രോങ് ഇൻഡിക്കേറ്റർ ഫോർ ആൻ എക്സ്പാൻഡിങ് എക്കണോമി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഇൻഫ്ലേഷൻ വന്നെങ്കിൽ എക്കണോമി അങ്ങ് വികസിച്ച് ഭയങ്കരമായി വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. അത് ഓൾവേസ് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നത്. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവാനാണോ തെറ്റാവാനാണോ സാധ്യത. പ്രത്യേകിച്ച് എക്കണോമിക്സ് പോലൊരു സബ്ജക്റ്റിൽ ഓൾവേസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പൊ ഇത് തെറ്റാണ്. ഇത് ആക്ച്വലി ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന്റെ റീസണാണ്. ഒന്നുങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എക്കണോമി വളരുന്നു, വികസിക്കുന്നു, നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായ രീതിയിൽ കാശുകൾ കയ്യിലേക്ക് വരുന്നു, ഭയങ്കരമായിട്ട് നമ്മളെല്ലാം പണക്കാരനാവുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി, പർച്ചേസിംഗ് പവർ കൂടുക. അപ്പൊ സാധനങ്ങൾ ഡിമാൻഡ് കൂടും. പണ്ട് ഒരു കാറ് അല്ലെ, ഒരു ബെൻസ് കാറിനെ സങ്കല്പിക്കുക. ഈ ബെൻസ് കാറ് വാങ്ങിക്കാൻ കപ്പാസിറ്റിയിൽ 1-2 ആൾക്കാരെ എക്കണോമിയിൽ കാണത്തുള്ളൂ. അപ്പൊ അതിന്റെ ഡിമാൻഡ് അത്ര 2 ഉള്ളൂ. പക്ഷെ എക്കണോമി എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിക്കുന്നു. അപ്പൊ എല്ലാവരുടെ കയ്യിലും കാശ് വന്നു കയറുന്നു. അപ്പോ 100 പേർക്ക് ഈ പറയുന്ന കാറ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി വരും. അപ്പൊ ഇതിന്റെ ഡിമാൻഡ് 100ആയി. അതുകൊണ്ട് ഡിമാൻഡ് കൂടുന്നതാണ് പ്രധാനമായിട്ടും ഈ എക്സ്പാൻഡിങ് എക്കണോമി, അല്ലെങ്കിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണ് എക്സ്പാൻഡിങ് എക്കണോമിയുടെ അടിത്തറ എന്ന് പറയുന്നത്. കോസ്റ്റ് പുഷ് അല്ല. ഇപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. വരൾച്ച വരുന്നു അല്ലെ, ഭയങ്കരമായിട്ടുള്ള വരൾച്ച വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഗോതമ്പ്, അരി ഇതെല്ലാം നശിച്ചു പോകുന്നു. അപ്പൊ ആ സമയത്ത് ഈ ഗോതമ്പ് മാവിന്റെ വില കൂടും. കാര്യം എന്താ, റോ മെറ്റീരിയൽ കിട്ടാനില്ല. അപ്പൊ അതിന്റെ വില കൂടി, ഗോതമ്പ് മാവിന്റെ വില കൂടി. അപ്പൊ അത് എക്കണോമി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. അല്ല, അത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ വില കൂടിയാണ് പറ്റിപ്പോയതാ. നിങ്ങൾ എപ്പോഴും ലോക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് എടുത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം എക്കണോമിക്സ് ഉള്ള സബ്ജക്റ്റിൽ പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിന്റെ അസോസിയേറ്റഡ് ഫാക്ടുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചോദ്യം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അസോസിയേറ്റഡ് ഫാക്ടുകൾ വായിച്ചിട്ടുണ്ടോ അല്ലെ, അപ്പൊ ഇതിന്റെ ആൻസർ ചെയ്യാം. ഇത് മാത്രമാണ് ശരി, ഇത് തെറ്റാണ്. ഫുൾ ഡെഫിനിഷൻ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ കോസ്റ്റ് പുഷ്, ഡിമാൻഡ് പുൾ, ഇൻഫ്ലേഷനൊക്കെ പറ്റി പഠിക്കുന്നതിനോടൊപ്പം ഇൻഫ്ലേഷന്റെ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിന്റെ മറ്റ് ചില ഡയമെൻഷൻസ് മസ്റ്റ് ആയിട്ട് നോക്കണം. അതായത്
ഒരു ഇൻഫ്ലേഷന്റെ സ്വഭാവം അത് എത്രത്തോളം പെട്ടെന്ന് അല്ലെങ്കിൽ എത്രത്തോളം പെതുക്കെയാണ് പടരുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് ഇൻഫ്ലേഷൻ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. അതിന് ഉദാഹരണമാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, എഴഞ്ഞെഴഞ്ഞ് പോകുന്ന ഇൻഫ്ലേഷൻ അല്ലെ ക്രീപ്പിംഗ്. അതായത് പെതുക്കെ പെതുക്കെയാണ് ഇവിടെ സാധനങ്ങൾ വില കൂടുന്നത്, 2%, 3%. ആ പേര് എക്കണോമിക്സ് നിങ്ങളുടെ ബ്യൂട്ടി അല്ല, പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെ. 2%, 3%, ആ രീതിയിൽ ക്രീപ്പ് ചെയ്ത് കയറുന്നെങ്കിൽ അതിന്റെ അർത്ഥം അത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ആണെന്നാണ് അല്ലെ. യെസ്. പിന്നെ അടുത്തത് ട്രോട്ടിങ് അല്ലെങ്കിൽ വാക്കിംഗ് ഇൻഫ്ലേഷൻ ഉള്ള, നേരത്തെ എഴയുകയാണ് ഇപ്പൊ നടക്കുക, അപ്പൊ കുറച്ചും കൂടി സ്പീഡിന് ഇൻഫ്ലേഷൻ കയറുക. ഒരു 3% to 10% ലെവലിൽ പെട്ടെന്ന് കയറി പോവാം. ഓക്കെ, ഇന്നലെ ഒരു സാധനത്തിന്റെ വില 100 രൂപയായിരുന്നു, ഇന്നിപ്പോ 103 അപ്പൊ അത് എന്താ വാക്കിംഗ് അല്ലെങ്കിൽ ട്രോട്ടിങ് ഇൻഫ്ലേഷൻ ആണ്. ഇനിയാണ് വില്ലന്മാർ വരാൻ പോകുന്നത്. ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഹോപ്പിംഗ് ഇൻഫ്ലേഷൻ, റണ്ണിങ് ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയും. ഇത് വിഷയമാണ്. 10 മുതൽ 50% വരെ സാധനങ്ങൾ വില കൂടും. ഇതിനെക്കാട്ടും പ്രശ്നക്കാരനാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഹൈപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഇൻഫ്ലേഷൻസിൽ ഒന്ന് ഇതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ അല്ലെ. ഇത് ഒരു 50% ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഓരോ മാസമാണ് വില കയറുക. ഇപ്പൊ സിംബാബ്വേയിൽ സംഭവിച്ച അങ്ങനെ ഹൈപ്പർ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കറൻസി പിന്നെ ചുട്ട് കളയാനേ ഉള്ളത്തുള്ളൂ. ഇപ്പൊ സിംബാബ്വേയിലും അല്ലെങ്കിൽ വെനിസ്വേലയിലും ഒക്കെ ഹൈപ്പർ ഇൻഫ്ലേഷൻ അടിച്ചപ്പോൾ അവിടെ ഒരാളുടെ ശമ്പളം മാസം വാങ്ങിക്കാനാണെങ്കിൽ വലിയ ട്രക്കിൽ പോകണം, ട്രക്കിനകത്ത് നിറച്ചും കാശെടുത്ത് വെക്കണം. കാരണം നോട്ടുകൾക്ക് വിലയില്ല, എല്ലാത്തിനും വലിയ വില കൂടുതലായതുകൊണ്ട് നോട്ടിന്റെ മൂല്യം കുറയും. അപ്പൊ അവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടുള്ള സ്റ്റോറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കൂടുമ്പോൾ ഉണ്ടല്ലോ, ചൂട് കായാൻ വേണ്ടി നോട്ടുകൾ ഇട്ട് കത്തിക്കുമായിരുന്നു. നോട്ടിന് വിലയില്ല, പേപ്പറിന്റെ വില പോലും നോട്ടിന് ഇല്ലാത്ത അവസ്ഥ, കറൻസിക്ക് ഇല്ലാത്ത അവസ്ഥ. ഇതൊക്കെയാണ് വെനിസ്വേലയിലും സിംബാബ്വേയിലും സംഭവിച്ചത്. അതാണ് ഹൈപ്പർ ഇൻഫ്ലേഷന്റെ ഒരു മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ബാക്കിയുള്ള നോട്ട്സ് ഞാനിവിടെ സമഗ്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറയാനുള്ള ഒരു കാര്യം അതാണ്, പ്രിലിംസ് എക്സാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനിയുള്ള ദിവസം മര്യാദയ്ക്ക് പഠിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഫുൾ കോൺഫിഡൻസിൽ പഠിക്കാമെന്ന കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാം. ഈ വരാൻ പോകുന്ന പ്രിലിംസിൽ സ്റ്റേജ് 1-ലോ 2-ലോ 3-ലോ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് GDP ഡിഫ്ലേറ്റർ. എന്താണ് GDP ഡിഫ്ലേറ്റർ? ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞേ. അതുപോലെ നേരത്തെ തന്ന ചോദ്യം എന്താണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏതൊക്കെ സംസ്ഥാനങ്ങൾ കൂടെ കടന്നു പോകുന്നു, അതിന്റെ ഉത്തരവ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ തരാം. രണ്ടും ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എനിക്കറിയാം. പ്രിലിംസ് പാസ്സാകുമെന്ന് ഉറപ്പുള്ള ടീംസ് ഇതിന് ഉത്തരം കളിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, പുഷ് ദ കോമ്പറ്റീഷൻ.